ഹായ് ഫ്രണ്ട്സ്, നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കുറ്റി അമരപ്പയറിനെ കുറിച്ചാണ്. കുറ്റി അമരപ്പയർ നമുക്ക് ടെറസിൽ എങ്ങനെ നട്ട് വളർത്താമെന്ന് കണ്ടു നോക്കാം. കൂടുതൽ പരിചരണം ഇല്ലാത്ത ഒരു കൃഷിയാണ് ഈ കുറ്റി അമര. കണ്ടോ, ഇതിൻ്റെ പൂക്കളൊക്കെ ഓർക്കിഡിൻ്റെ പൂക്കള പോലെ ഉണ്ട്. ഇതിലൊക്കെ കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ പൂക്കളെ എല്ലാം കായാക്കണം. അതിനൊരു ടിപ്സ് അടിച്ചു കൊടുക്കണം. ഇതിന് ഞാൻ ആദ്യമായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഗ്രോ ബാഗിൽ സാധാരണ പോട്ടിംഗ് മിക്സ് ചേർത്ത് അടിവളം ഇട്ട് ചേർത്ത് നട്ട കുറ്റി അമരയാണ്. വിത്തിട്ട് ഇതെല്ലാം കിളിർപ്പിച്ചതാണ്. ഒരു വീട്ടാവശ്യത്തിന് ടെറസിൽ ഒരു 5 മൂട് കുറ്റി അമര ചെടി ഗ്രോ ബാഗ് വെച്ച് കൊടുത്താൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പയർ നമുക്കിതിൽ നിന്ന് ധാരാളം പറിക്കാം. പക്ഷേ ഇതിൽ ഒത്തിരി പോഷക ഗുണമുള്ള ഒരു പച്ചക്കറിയാണ്. ഇതിൻ്റെ കായ്കൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതെല്ലാം കായ്കൾ പിടിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് എല്ലാം ഒരു ടിപ്സ് ഇതിലോട്ട് അടിച്ചു കൊടുക്കണം. അതായത് വേറെ ഒന്നുമല്ല, ഫിഷ് അമിനോ ആസിഡ്. ഞാൻ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനി അടിക്കുമ്പോൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഫിഷ് അമിനോ ആസിഡ് തയ്യാറാക്കുന്നതെന്ന്. ഫിഷ് അമിനോ ആസിഡ് വന്ന് തയ്യാറാക്കാൻ വലിയ കഷ്ടമുള്ള കാര്യമല്ല. കുറച്ച് നമുക്ക് മത്തി മീനും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് ഒരു 3-4 മാസം വയ്ക്കുമ്പോൾ അത് ദ്രവിച്ച് വരുമ്പോൾ അതൊരു ലിക്വിഡ് ഫാം ആകും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 5 മില്ലി എടുത്തിട്ട് നമുക്ക് ഈ കാബേജൊക്കെ നല്ല രീതിക്ക് പിടിച്ച് വരുന്നുണ്ട്. കണ്ടോ, ഇതിന് ഞാൻ കുഞ്ഞു തൈകളായിട്ട് വെച്ചതാണ്. നല്ല രീതിക്ക് വളരുന്നുണ്ട്. ഇതിന് നമുക്കിനി വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനെപ്പറ്റിയുള്ള ഇത് എങ്ങനെയാണ് ഞാൻ വളമിട്ട് കൊടുക്കുന്നത്, ഇതിൻ്റെ വളർച്ചയെപ്പറ്റി. പിന്നെ ഇത് കാലിഫ്ലവർ നടാൻ വേണ്ടി ഞാൻ ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നട്ടില്ല, നടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിന് നമുക്കിന്ന് കുറച്ച് വളം ചേർത്ത് കൊടുക്കണം. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്നും ചേർക്കും പോലെ തന്നെ സാധാരണ വളം തന്നെ, അതായത് ചാണകപ്പൊടിയും മണലും വേപ്പും പുണ്ണാക്കും ശകലം ചാരവും കൂടെ മിക്സ് ചെയ്ത്, എല്ലുപൊടി ഉണ്ടെങ്കിൽ കുറച്ച് എല്ലുപൊടി കൂടെ ചേർക്കാം. ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് അടിവളം തന്നെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അടിവെള്ളത്തിലും ഇതുപോലെ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പുണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് തന്നെ ഇട്ടിട്ടുള്ളൂ. ഇതിൽ കാരണം വന്ന് മണ്ണിൽ അസിഡിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് വേപ്പും പുണ്ണാക്ക് ശകലം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മണ്ണിൻ്റെ ഈ വിരകളൊക്കെ മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കും. അതിനുവേണ്ടി നമുക്ക് അല്ലെങ്കിൽ കുമ്മായം, ഡോളമൈറ്റ്, സീഡോമോണസ് ഇങ്ങനെ പലതരം സാധനങ്ങളുണ്ട്. നമുക്കത് അടിച്ചു കൊടുക്കാം. പക്ഷേ അത് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ശകലം ചാരം ഇട്ടാലേ മതി. നമുക്കിത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്ന ഒരു പച്ചക്കറിയാണ് ഈ കുറ്റി അമര പയർ. ഇതിന് നമുക്ക് വളം ഇട്ട് കൊടുക്കുന്നത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിലോട്ട് ഓരോ ഗ്രോ ബാഗിൻ്റെ മുട്ടിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് ഫിഷ് അമിനോ ആസിഡ്. കണ്ടോ, ഇതാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് അമിനോ ആസിഡ്. ഈ പൂക്കളെല്ലാം നമുക്ക് കായ്കളാക്കി എടുക്കണം. അതിനുവേണ്ടി പ്രധാനപ്പെട്ട ഒരു ടിപ്സാണ് ഇത്. അതിന് ഏറ്റവും കൂടുതൽ ഫലം കണ്ടോ, ഞാൻ ഇതാ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം നമുക്ക് കായ്കളായി പിടിക്കുകയും ചെയ്യും. ഇനി പുതിയ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഫിഷ് അമിനോ ആസിഡ്. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുക കടയിലൊക്കെ വാങ്ങാൻ കിട്ടും, എല്ലാ നഴ്സറികളിലും കിട്ടും. അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് മത്തിയും ശർക്കരയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ഇനി അത് തയ്യാറാക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കണ്ടോ, ഇതാ കായ്കളൊക്കെ പിടിച്ചു തുടങ്ങി. ഈ പൂക്കളെ എല്ലാം നമുക്ക് കായ്കളാക്കി മാറ്റണം. അതിനുള്ള പ്രധാനപ്പെട്ട ടിപ്സാണ് ഈ ഫിഷ് അമിനോ ആസിഡ്. കണ്ടോ കൂട്ടുകാരെ, എൻ്റെ ടെറസിൽ കത്തിരി വെച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ അടിയിൽ എന്തുമാത്രം മണ്ണും വേസ്റ്റ് നമ്മൾ ഇടുന്ന വളമില്ല, നമ്മൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നാലും ഇതിൽ നിന്ന് വേസ്റ്റൊക്കെ കുറച്ച് വീഴും. ഇതുപോലെ അപ്പോൾ നമ്മുടെ ടെറസ് കണ്ടോ, ഇതുപോലെ എൻ്റെ കത്തിയൊക്കെ വെച്ചിരുന്ന സ്ഥലമാണ്. ഇത്രയും വേസ്റ്റ് ഇതിൻ്റെ അടിയിൽ ഉണ്ട്. നമ്മൾ എത്ര തന്നെ സൂക്ഷിച്ചാലും ഇതുപോലെ വരും. ഈ ഇടുന്ന വളവും ഈർപ്പമില്ല ഓട് വെച്ചാലും. അതുകൊണ്ട് നമ്മളിതുപോലെ അടിക്കടി ഈ ഗ്രോ ബാഗുകളൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് ഒന്ന് തൂത്ത് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ടെറസിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഞാനിത് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ കത്തിരി ചെടി വെച്ചിരുന്ന സ്ഥലമാണ്. കണ്ടോ, എല്ലാ വീട്ടമ്മമാർക്കും നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്ന ഒരു ജോലിയാണ്. വലിയ കഷ്ടമൊന്നുമില്ല.
എല്ലാവരും നമ്മൾ സന്തോഷത്തോടെ നമുക്കൊരു ജോലി ചെയ്യണം, നമുക്കിതിൽ നിന്ന് വിളവ് കിട്ടണം എന്നുള്ള ഒരു നല്ല മനസ്സോടെ നമുക്കിത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും വിളവെടുക്കാൻ സാധിക്കും. എല്ലാവരും കൃഷിയിലോട്ട് വരണം. എല്ലാവർക്കും അവരവരുടെ വീട്ടാവശ്യം പോലെ നിങ്ങളും ഇത് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ലേ ഇതുപോലെ നമുക്കും കൃഷി ചെയ്യണം, പച്ചക്കറി എടുക്കണമെന്നൊക്കെ? അതുപോലെ എല്ലാവരും നമ്മുടെ കൃഷിയിലോട്ട് വരണം. കണ്ടോ, ഞാനിപ്പോൾ എൻ്റെ കത്തിരിയെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഒതുങ്ങിയിരിക്കും. ഇതിന് നമുക്ക് കുറച്ച് വളമെന്ന് വെച്ചാൽ ലിക്വിഡ് വളം, അതായത് പച്ചച്ചാണകം പുളിപ്പിച്ചത്, കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്, ഇതെല്ലാം മിക്സ് ചെയ്ത് നല്ല നേർപ്പിച്ച് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ഇനിയും കുറച്ച് ദിവസം കൂടെ നമുക്ക് കത്തിരിക്കയെല്ലാം ഇതിൽ നിന്ന് പറിച്ച് നമ്മളെ വീട്ടാവശ്യത്തിന് തന്നെ നമുക്ക് എടുക്കാം. നമ്മൾ ഈ ഗ്രോ ബാഗ് എടുത്ത് മാറ്റുന്ന സമയത്ത് ഓടെടുക്കുമ്പോൾ എപ്പോഴും അടിയിൽ നിന്നുള്ള ഓടോ നമ്മൾ അടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സാധനം എടുക്കുമ്പോൾ ഗ്രോ ബാഗ് മാറ്റുമ്പോൾ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് മാറ്റണം. എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ അടിയിൽ ജന്തുക്കളൊക്കെ ധാരാളം കയറിയിരിക്കും. അതുകൊണ്ട് എനിക്കിവിടെ വലിയ ഇതില്ല, എന്നാലും അട്ടയും പൂരമൊക്കെ ചില ടൈമിൽ കാണാറുണ്ട് മഴ സമയത്ത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാറ്റുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോളണം. കാരണം ഈ ജന്തുക്കൾ കയറിയിരുന്ന നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മാറ്റുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് മാറ്റണം. കണ്ടോ കൂട്ടുകാരെ, ഇത് ഞാൻ ഇന്നലെ വാങ്ങിയ ക്യാബേജ് തൈകളാണ്. കണ്ടോ, ഇതിന്ന് ഒരു സ്പ്രെയർ കൂടെ വാങ്ങി. എന്തെന്ന് വെച്ചാൽ എൻ്റെ മുമ്പ് വാങ്ങിയിട്ട് ഒരു 4 വർഷത്തോളം ആ സ്പ്രെയർ വന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി. അതിലാണ്ട് പാവയ്ക്ക ഇതിലൊക്കെ നിറച്ച് പുഴുക്കളായിട്ട് എനിക്ക് വിളവ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനൊരു സ്പ്രെയർ കൂടെ വാങ്ങി. എന്ന് വെച്ചാൽ മരുന്നടിച്ച് കൊടുത്താലേ ഈ പുഴുക്കളെയൊക്കെ മാറ്റി നല്ല വിളവ് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്പ്രെയർ കൂടെ വാങ്ങിയത്. എല്ലാവരും തുടക്കക്കാരെല്ലാവരും ഒരുപാട് കാശ് ചിലവാക്കി സ്പ്രെയർ അങ്ങനെയൊന്നും വാങ്ങരുത്. എല്ലാവർക്കും കോവൽ വന്ന് പിന്നെ ഒരു അതിൻ്റെ കായകളെല്ലാം ഒരു ഔഷധ ചെടി കൂടെ അല്ലേ. കോവയ്ക്ക വന്ന് ഒരു ഔഷധ പച്ചക്കറി കൂടെ ആണല്ലേ. എല്ലാവർക്കും അറിയാമല്ലോ അതിനെപ്പറ്റിയുള്ള ഗുണം എന്തെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഒരു കോവൽ കൂടെ വാങ്ങിയത്. ഇനി കുറച്ച് പച്ചമുളക് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് വിളവെടുക്കാം. കണ്ടോ, വലിയ വിളവെടുപ്പൊന്നും ഇല്ലെങ്കിലും നമ്മളെ വീട്ടാവശ്യത്തിനുള്ള ധാരാളമായി. 3 കത്തിരിക്ക, 3 പാവയ്ക്ക ഉണ്ടായി. ഇനി ശകലം പച്ചമുളകുണ്ട്, നമുക്കത് പഴുത്തു പോയി 1-2, നമുക്കതിനെ കൂടെ ഒന്ന് വിളവെടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ. ഓക്കെ, താങ്ക്